ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എന്നാൽ 24,728 അത് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മുകളിലേക്കാണ്. അപ്പ് സൈഡ് 24,863. ഇതിൽ ഓൾറെഡി ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയും ടാപ്പ് ചെയ്ത് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഗ്യാപ് ഡൗൺ ആയിട്ട് 24,669. നമ്മൾ അപ്പ് സൈഡിലേക്കായിരിക്കും ട്രേഡ് നോക്കുക നിഫ്റ്റിയിൽ. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഓൾറെഡി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി 55,618. അതിൻ്റെ ഡൗൺ സൈഡിലേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ അപ്പ് സൈഡിലേക്കായിരിക്കും ടാപ്പ് നോക്കുക. അതുപോലെ 55,957 ടാപ്പ് ചെയ്യുകയാണെങ്കിലാണ് താഴേക്ക് നോക്കുക. ഓൾറെഡി ഡൗൺ സൈഡ് ലിക്വിഡിറ്റിൻ്റെ താഴെ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ട്രേഡ് അപ്പ് സൈഡിലേക്കായിരിക്കും. പിന്നെ ഒരുപാട് ദിവസമായിട്ട് അപ്പ് സൈഡ് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ബുള്ളിഷായി പോകാനും ചാൻസ് ഉണ്ട് മാർക്കറ്റിന്. ഓക്കെ, ഏതായാലും ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 9:31 ആയിട്ടുണ്ട്. നമുക്കൊരു ബുള്ളിഷ് ട്രേഡിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 24,500 കോൾ ഓപ്ഷൻ റെഡി ആക്കി വെക്കാം. നമുക്കൊരു അപ്പ് സൈഡിലേക്ക്, കാരണം പ്രീവിയസ് ഡേൻ്റെ മാർക്കിംഗ് പ്രകാരം 50 മിനിറ്റ്സ് ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ തന്നിട്ടുണ്ട്. ഒരു ഈ ക്യാൻഡലിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു അപ്പ് സൈഡ് ട്രേഡ് എടുക്കാം. 200 താഴെ 200 റേഞ്ചിലൊക്കെ വരും പ്രീമിയം എന്ന് എനിക്ക് തോന്നുന്നത് മാർക്കറ്റ്. ഈ ഒരു നമുക്ക് ടാർഗറ്റ് അത്യാവശ്യം ഉണ്ട്. ഒരു എന്താ പറയുക, ഈ സിങ് ഹൈൻ്റെ മുകളിലൊക്കെ ടാർഗറ്റ് വെക്കാനും പറ്റും. അത്യാവശ്യം 1:5 അബവ് ടാർഗറ്റിലേക്കുള്ള ഡിസ്റ്റൻസും ഉണ്ട്. ഓക്കെ, താഴേക്ക് വരുന്നുണ്ട്. ഒരു കോൾ ഓപ്ഷൻ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 526 526.15 526 എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ടാർഗറ്റിലേക്ക് ഡിസ്റ്റൻസ് ഉണ്ട്, 1:5 ഉണ്ട്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും എൻട്രി ഏരിയതാണ്. ബാങ്ക് നിഫ്റ്റിയിലും എടുക്കാം. ഓക്കെ റെഡി വരുന്നുണ്ട്. 530 ആയിട്ടുണ്ട്. ഇനി ഒരു 4 പോയിന്റ് കൂടെ താഴെ വന്നാൽ നമുക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. പ്രീമിയം 200 എത്തിയിട്ടുണ്ട് അല്ലേ, നോക്കാം. നമുക്ക് ടാർഗറ്റ് ഈ ഒരു ഏരിയ വെക്കാം. 62 പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ഈസിയായിട്ട് 1:5 ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. നമുക്ക് നോക്കാം. വരട്ടെ. ഓക്കെ, ക്യാൻഡിൽ താഴേക്ക് വരട്ടെ. വരുന്നുണ്ട്. 529 ആയിട്ടുണ്ട്. 529, 15, 528 2 പോയിന്റും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. ഇവിടെ വാല്യൂ നോക്കി വെക്കാം. നമുക്ക് 526 റേഞ്ചിലെത്തട്ടെ. 528 ആയിട്ടുള്ളൂ. 530 ആയിട്ടുണ്ട്. 32 താഴേക്ക് വന്ന് ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ഒരു കോൾ ഓപ്ഷൻ പഞ്ച് ചെയ്യും. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഈ ഒരു ഏരിയ ആണ്. 32 ടാപ്പ് ചെയ്യുമ്പം ഒരു അഗ്രസീവ് എൻട്രി നോക്കാം. ഇന്നത്തെ ഡേ ഹൈ ഒക്കെ ടാർഗറ്റ് വെക്കാൻ പറ്റും. ഇല്ല, ഇതുവരെ എൻട്രി വന്നിട്ടില്ല. രണ്ടിലും വന്നിട്ടില്ല, ബാങ്കിലും നിഫ്റ്റിയിലും വന്നിട്ടില്ല. ഏതിലാണോ വരുന്നത് എടുക്കാം. നമുക്ക് നിഫ്റ്റി ഏതായാലും എടുക്കാം. നിഫ്റ്റി നമ്മൾ റെഡിയാക്കി വെച്ചല്ലേ, കോൾ ഓപ്ഷൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയിൽ തന്നെ എടുക്കാം. എൻട്രി തരാതെ പോവാണോ? അതെ, എൻട്രി വരട്ടെ, എന്നിട്ട് എടുക്കാം. വീണ്ടും താഴേക്ക് തന്നെ വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. 535 ആയിട്ടുണ്ട്. ഇല്ല, അങ്ങോട്ട് വരുന്നില്ല എന്നാണ്. ഏതായാലും ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. എൻട്രി വരികയാണെങ്കിൽ ഞാൻ പറയണം. സമയം 9:43 നമ്മുടെ ആ ഒരു ട്രേഡ് ജസ്റ്റ് എൻട്രി വരാതെ, നമുക്കൊരു 2-3 പോയിന്റ് കൂടെ താഴെ ഇറങ്ങിയത് എൻട്രി കിട്ടിയേനെ. പക്ഷേ എൻട്രി തരാതെ പോയി. പക്ഷേ അത് കറക്റ്റ്ലി ഒരു 30 പോയിന്റ്സ് വരെ പോയിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ആയതുകൊണ്ട് നമ്മളവിടെ ഇനി നമുക്ക് താഴേക്കുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാം. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഓൾറെഡി അപ്പ് സൈഡിലേക്ക് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് ബാങ്ക് നിഫ്റ്റിയിലാണോ രണ്ടിലും, ബാങ്ക് നിഫ്റ്റിയിലും എൻട്രി തന്നിട്ടില്ല, ഏതിലും എൻട്രി തന്നിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിലും തന്നിട്ടില്ല, നിഫ്റ്റിയിലും തന്നിട്ടില്ല. ഏതായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് മിസ്സായതാണ്. വളരെ ചെറിയ മൈന്യൂട്ട് പോയിന്റുകൾക്ക് 2 പോയിന്റും കൂടെ താഴെ വന്നിരുന്നെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാം. കുഴപ്പമില്ല. നമുക്ക് ഇനി ചാൻസ് വരികയാണെങ്കിൽ ഞാൻ പറയുന്നുണ്ട്. സമയം 9:58 ഇതിൽ നമുക്കിപ്പോൾ എന്താ വെച്ചാൽ മാർക്കറ്റ് ഓൾറെഡി അപ്പ് സൈഡ് ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഡൗൺ സൈഡിലേക്കുള്ള എൻട്രി ഉണ്ട് നമുക്ക്. പക്ഷേ അതിന് ചെറിയൊരു പ്രോബ്ലം എന്താ വെച്ചാൽ, പ്രോബ്ലം അല്ല, ഒരു ടാർഗറ്റിലേക്ക് തൊട്ടടുത്ത് താഴെ തന്നെ ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഉണ്ട്. 40 പോയിന്റും ഇല്ല, 39 പോയിന്റ് 39.3 ഉള്ളൂ പോയിന്റ്. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കാൻ
ഒരു ധൈര്യമില്ല. കാരണം പ്രീമിയം നമുക്കൊരു 1:5 ഒക്കെ എത്തുമെന്നൊരു സംശയമുണ്ട്. കാരണം ആകെ 40 പോയിൻറ്റ്സ് ഇല്ല, 39 പോയിൻറ്റ്സ് ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി കുറച്ച് മുകളിൽ പോയിട്ട് നോക്കാം. ഈവൻ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പ്രൈസ് ആക്ഷൻ ഒന്നും ഞാൻ കാണുന്നില്ല. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി നമ്മൾ ഫസ്റ്റത്തെ ട്രേഡ് ഇതുവരെ എൻട്രി കിട്ടിയിട്ടില്ല, ടാർജറ്റ് അടിച്ചിട്ടില്ല. ഡേ ഹൈ ഒക്കെ ടാർജറ്റ് വെക്കാൻ പറ്റി. നിഫ്റ്റിയിലാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഒരു പുട്ട് ഓപ്ഷൻ എടുക്കാം. പക്ഷേ പ്രീമിയം മീൻസ് എൻട്രി വന്നിട്ടുണ്ട് അതിൽ. പക്ഷേ ഞാൻ അത് എടുക്കാം, എൻട്രി ജസ്റ്റ് എൻട്രി വന്നിട്ടുണ്ട്. പ്രീമിയം പുട്ട് ഓപ്ഷനാണ്. അവിടുന്ന് താഴേക്ക് തന്നെ 5 മിനിറ്റ്സ് ഐഡിയസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ധൈര്യമില്ലായ്മ ഉണ്ട് അവിടെ. ഈവൻ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടൊക്കെ തന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നോക്കായിരുന്നു. പക്ഷെ അതുമില്ല, അതൊരു ഫ്ലാറ്റായിട്ട് നിൽക്കുകയാണ്. നിഫ്റ്റിയിൽ പോയിൻറ്റ്സും കുറവാണ്. നമുക്ക് ആ താഴെയുള്ള ഇതിൽ ഈ ട്രേഡിൽ ടാർജറ്റ് വെക്കുന്ന ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുകയാണ്. അപ്പ് സൈഡിലേക്ക് നോക്കാം. അവിടെ ആകുമ്പോൾ നമുക്ക് ഡേ ഹൈ വരെയൊക്കെ ടാർജറ്റ് വെക്കാൻ പറ്റിയ ട്രേഡ് ഉണ്ടാവും. അവിടെ എത്തുമ്പോൾ നോക്കാം. ഇനി അതല്ല, മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയിട്ട് 40 അല്ല 50 പോയിൻ്റ് റേഞ്ചിലൊക്കെ ടാർജറ്റ് തരുന്ന രീതിയിൽ വീണ്ടും മുകളിലേക്ക് പോയിട്ട് ഒരു ഡൗൺ സൈഡ് എൻട്രി കിട്ടുകയാണ്, അതെടുക്കാം. ഏതാണോ വരുന്നത് അതിനനുസരിച്ച് ചെയ്യാം. ഞാൻ ഏതായാലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ നേരത്തെ ട്രേഡ് ടാർജറ്റ് അടിച്ചിട്ടു, അതാ രസം. ആകെ 40 പോയിൻ്റ് ഇല്ല, പക്ഷേ പ്രീമിയത്തിൽ ടാർജറ്റ് 35 പോയിൻ്റ് വരെ പോയിട്ടുണ്ട്. പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം 180 220 അടുത്ത് വരെ പോയിട്ടുണ്ട്. നമ്മൾ ആ ഒരു ടാർജറ്റ് ഇല്ലയെന്ന് വിചാരിച്ചാൽ ഒഴിവാക്കി എൻട്രിയാണ്. പ്രോപ്പർ എൻട്രി തന്നെയായിരുന്നു, അതാണ് ടാർജറ്റ് അടിച്ചും ചെയ്തു. ഇനിയിപ്പോൾ 5 മിനിറ്റ്സ് ആയി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ അപ്പ് സൈഡിലേക്കായിരിക്കും നമ്മൾ ട്രേഡ് നോക്കുക. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ചാൻസ് വരട്ടെ. ഓക്കെ, എൻട്രി തരാതെ പോവും. സമയം 10:42 നമ്മൾ ആ ഒരു ട്രേഡ് നോക്കി അപ്പ് സൈഡിലേക്ക് നോക്കി, അതാണ് കിട്ടിയിട്ടുമില്ല. ഓൾറെഡി ഒരു ക്യാൻഡിൽ ടാപ്പ് എൻട്രി 2 സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഡൗണും വന്നിട്ടുണ്ട്, അപ്പും വന്നിട്ടുണ്ട്. 2 സൈഡിൽ ക്യാൻഡിൽ ടാപ്പ് എൻട്രി ടാർജറ്റ് അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ടാപ്പ് ചെയ്ത് ലോടുത്ത് പോയി മാർക്കറ്റ്. എന്ത് ചെയ്യാനാ, 2 സൈഡിലേക്ക് എൻട്രി കിട്ടിയില്ല. അപ്പ് സൈഡിലേക്ക് പ്ലാൻ ചെയ്തു, പക്ഷേ അതും കിട്ടിയില്ല. ഡൗൺ സൈഡിലേക്കാണെങ്കിൽ ടാർജറ്റ് കുറവായപ്പോൾ എടുക്കാതിരുന്നും ചെയ്താൽ. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ സ്റ്റിൽ ഡേ ഹൈ ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ നമുക്ക് നിഫ്റ്റിയിൽ ഓൾറെഡി നേരത്തെ നമ്മൾ ടാർജറ്റ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കാൻ. ഞാൻ ഒറ്റ ഓപ്പർച്യൂണിറ്റി കൂടി നോക്കി നോക്കാം. ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ ആ ഒരു ഏരിയ ടോപ്പിൽ നിന്ന് എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് താഴേക്ക് ഒരു ട്രേഡ് നോക്കാം. കാരണം ഒരു അടുത്തൊരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് 50 പോയിൻറ്റിലേറെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ചാൻസ് കിട്ടുകയാണെങ്കിൽ എൻട്രി എടുക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:01 ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു പുട്ട് ഓപ്ഷൻ എടുക്കാം. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റിൽ നമുക്കിപ്പോഴാണ് ഒരു ടാർജറ്റ് ലെവലിലേക്ക് ഡിസ്റ്റൻസ് തന്നത് ആ ഒരു ഏരിയയിൽ നിന്ന്. അപ്പോൾ നമുക്കൊരു ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ആ ടാർജറ്റ് എത്തുകയാണെങ്കിൽ അപ്പ് സൈഡിലേക്ക് നോക്കാം കേട്ടോ. കാരണം ഡൗൺ സൈഡ് ഐഡിയസ് എടുത്തിട്ട് നേരത്തെ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുമില്ല. എന്തായാലും ഇന്ന് രാവിലെ ക്രിയേറ്റ് ചെയ്തൊരു 5 മിനിറ്റ്സ് ഐഡിയസ് പ്രകാരം നമുക്ക് എൻട്രി കിട്ടാത്തതുകൊണ്ടാണ് വീണ്ടും പുട്ട് ഓപ്ഷൻ നോക്കുന്നുണ്ടോ. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് ഒരു സിംഗ്ലോൻ്റെ താഴെ ഇങ്ങനെ നിൽക്കണം ഒരു പേടിയുണ്ട്. എന്നാലും നമുക്ക് ഫസ്റ്റ് ഒരു അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി ട്രൈ ചെയ്ത് നോക്കാം. മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു കോൾ ഓപ്ഷൻ നമുക്ക് ഒരു പുട്ട് ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ടാർജറ്റ് ലെവലിലേക്ക് ഒരു 1:6-7 റേഞ്ചിലൊക്കെ ഡിസ്റ്റൻസ് ഉണ്ട്. 50-60 പോയിൻ്റ് അധികം ഉണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. എൻട്രിയിലേക്ക് വരുന്നുണ്ട്. വരട്ടെ. ഏകദേശം എത്തിയിട്ടുണ്ട്. 198 ആയിട്ടുണ്ട് ഇപ്പോൾ പ്രീമിയം. 49,600. നമ്മൾ ഫസ്റ്റ് ട്രേഡ് ഇതുവരെ എടുത്തിട്ടില്ല. 11 മണിയായി. 2 ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയതാണ്. അതാണ് നമുക്ക് മിസ്സായും ചെയ്തത്. മിസ്സായി മീൻസ് നമ്മൾ ആ ട്രേഡ് പിന്നെ ഓക്കെ വരട്ടെ അതിൽ എത്രയാണ്, 622. ഓക്കെ, എൻട്രി വന്നിട്ടുണ്ട്. നമുക്കൊരു പുട്ട് ഓപ്ഷൻ എടുക്കാം. നമുക്ക് എൻട്രി കിട്ടിയത് 197-നാണ്. ചെറിയൊരു ലോസിലാണ്. മിക്കവാറും SL-ലേക്കാണോ പോണത്. നമ്മൾ ആറ്റുന്ന മറ്റൊരു ട്രേഡ് കുറേ നേരം കാത്തുനിന്ന് കുറേ ക്രൈറ്റീരിയ ഒക്കെ നോക്കിയെടുത്തിട്ട്
അതാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ആളുകളോട്. നമ്മളിപ്പോൾ ഒരു പലപ്പോഴും ലിക്വിഡിറ്റി ഏത് ഏരിയ നിന്ന് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ഇൻറ്റേർണലിൽ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്വിംഗ് ഹൈ നിന്ന് മൂവ് ചെയ്യാം. പക്ഷേ എപ്പോഴും നമ്മൾ ലിക്വിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും ഒരു പ്രോഫിറ്റബിൾ ചാൻസ് ഉണ്ട് കേട്ടോ, പ്രോഫിറ്റബിൾ ആവാനുള്ള. ഇത്രേ ഉള്ളൂ, ഒരു ഡിസിപ്ലിൻ കൂടി പാലിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. അത്യാവശ്യം ടാർഗറ്റ് ഡിസ്റ്റൻസ് ഉണ്ട്, 1:5 എബോവ് ഉണ്ട് നമുക്ക്. ഏതായാലും എന്തായാലും നോക്കാം. നമുക്ക് ടാർഗറ്റ് ട്രേഡ് ഏതായാലും എടുത്തിട്ടുണ്ട്, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റോപ്പ് ലോസ് പറഞ്ഞാൽ 1:1 എബോവ് ഒക്കെ 4000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എൻട്രി 197, 191 എക്സിറ്റ്, 4000 വരെയൊക്കെ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പോയത്. കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. 11:15 ആയിട്ടുള്ളൂ. നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന വരെ വെയിറ്റ് ചെയ്യാം. ചാടി കയറി നമ്മുടെ വ്യൂ ആ ഡയറക്ഷനിലേക്കാന്ന് വിചാരിച്ച് ചാടി കയറി എടുക്കണ്ട. ഇനി നല്ല ഇപ്പോൾ ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയാണ് ടാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കാം, അപ്പ് സൈഡാണ് ടാപ്പ് ചെയ്യണമെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നോക്കാം. നല്ല ചാൻസ് വരട്ടെ, എന്നിട്ട് എടുക്കാം. ഒന്ന് പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക. അടുത്തൊരു എൻട്രിക്ക് ഒരു SL അടിച്ച് എഴുതി ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പെട്ടെന്ന് എടുക്കേണ്ട, നല്ല അവസരം വരട്ടെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:28 ആയിട്ട് കേട്ടോ. നമുക്ക് അഗെയിൻ ഒരു താഴേക്കുള്ളൊരു ചാൻസ് തന്നെയാണ് പിന്നെയും കിട്ടിയത്. കാരണം ഡൗൺ സൈഡ് ലിക്വിഡിറ്റി അല്ല, അഗെയിൻ നിഫ്റ്റിയിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയ ഒരു ചെറിയൊരു എന്താ പറയുക സിംഗിൾ ക്യാൻഡിലാണ് ഒരു 5 മിനിറ്റ്സ് ക്രിയേറ്റ് ആയത്. അതിനുശേഷം എൻട്രി തരാതെ ഒരുപാട് മുകളിലേക്ക് പോയി. ഒരുപാട് മുകളിലേക്ക് പോയതിന് ശേഷം 24,639 എന്നുള്ളൊരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റിയാണ് ക്രിയേറ്റ് ആയത്. അത് ടാപ്പ് ചെയ്തതിനു ശേഷം എന്താ പറയുക ഒരു ചേഞ്ച് ഒരു എന്താ പറയുക ഐഡിയസ് ഒക്കെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് അപ്സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് നോക്കാം. ഫ്യൂച്ചർ ചാർട്ടിൽ 5 മിനിറ്റ്സ് ഐഡിയസ് ഉണ്ടാക്കിയിട്ടുമില്ല കേട്ടോ. ഫ്യൂച്ചർ ചാർട്ടാണ് ഡേ ഹൈ എടുത്തിട്ടില്ല. റിസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം, ഏതായാലും നോക്കാം. നമ്മുടെ സെക്കൻഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി ആണ്. അത്യാവശ്യം ടാർഗറ്റിലേക്ക് ഡിസ്റ്റൻസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും സ്റ്റിൽ 56,000 എന്നുള്ള റേഞ്ചിൻ്റെ മുകളിൽ ഫ്യൂച്ചറൊക്കെ പോയിട്ടുണ്ട്. ഏതായാലും നോക്കാം, ഒരു ഓപ്പർച്യൂണിറ്റി അടിച്ചു നോക്കാം നമുക്ക്. 56,000 മുകളിലൊക്കെ പോയതല്ലേ, ചെറിയൊരു റിവേഴ്സൽ തന്നിട്ട് അപ്പ് സൈഡിലേക്ക് പോകും എന്നുള്ളൊരു പ്രതീക്ഷ. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഓവറോൾ ഒരു സ്വിംഗ് ഹൈൻ്റെ അടുത്ത് ഇങ്ങനെ ഒരുപാട് നേരമായിട്ട് സ്പെൻഡ് ചെയ്യണം മാർക്കറ്റ്. മീൻസ് ഡേ ഹൈ ഒരു ഏരിയയിൽ നിന്ന് കറക്റ്റ് റിവേഴ്സൽ ചെയ്ത് കുറേ ദിവസങ്ങളായിട്ട് വരുന്നുണ്ട്. എന്നാലും നമ്മുടെ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്, സെക്കൻഡ് ട്രേഡാണ്. ഈ ഒരു ട്രേഡിൽ കൂടെ നമുക്ക് ലോസ് വരികയാണെങ്കിൽ ഇന്ന് പിന്നെ ട്രേഡ് ഇല്ല. ഇനി അഥവാ പ്രോഫിറ്റ് ആണെങ്കിൽ പിന്നെ നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ വീണ്ടും നോക്കാം. എൻട്രി വരട്ടെ. എൻട്രി ഇതുവരെ വന്നിട്ടില്ല, സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. 12:30 ആയിട്ടുള്ളൂ. നമ്മൾ നേരത്തെ ട്രേഡ് എടുത്ത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടോ, 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്തൊരു അവസരം വന്നത്. അവസരം ലിക്വിഡിറ്റി കുറച്ച് നേരത്തെ തന്നെ ടാപ്പ് ചെയ്തിട്ടായിരുന്നു, പക്ഷേ എൻട്രി കിട്ടാതെ മാർക്കറ്റ് അങ്ങനെ മുകളിലേക്ക് പോയതാണ്. അപ്പ് സൈഡ് നോക്കുകയാണെങ്കിൽ ഓരോ 1 മിനിറ്റ് ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് അങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്. ബുള്ളിഷ് പോലെ ഉണ്ട് മാർക്കറ്റിനെ കണ്ടിട്ട്. പക്ഷേ എപ്പോഴും ഒരു അര ടൈം ഫ്രെയിം എടുക്കാൻ വേണ്ടി താഴെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്, റെഡിയാക്കി വെക്കാം. 230 ആണിപ്പം. 24,700 പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം. വയ്യ 200 അഗ്രസീവ് എൻട്രി ആണ്. 230 നമുക്ക് എൻട്രി വന്നത്. 229 അല്ലേ. മാർക്കറ്റ് ഇനി ബുള്ളിഷായി പോകുമോയെന്നും അറിയില്ല. ബുള്ളിഷായി പോവുകയാണെങ്കിൽ നമ്മുടെ SL അടിക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളൊക്കെ റിസ്ക് ഡിഫൈൻഡ് ആണ്. മാക്സിമം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡിലും കൂടെ 3,000 ലോസ് വരും. ഇനി അതല്ല താഴേക്ക് വരികയാണെങ്കിൽ ഒരു 15,000 എബോവ് പ്രോഫിറ്റ് വരികയാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്യും. രണ്ടിലേതെങ്കിലും ഒന്നേ സംഭവിക്കുകയുള്ളൂ. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കറക്റ്റായിട്ട് വെയിറ്റ് ചെയ്യുക, റിസ്ക് റിവാർഡൊക്കെ കറക്റ്റായിട്ട് എന്താ പറയുക കൊടുത്തു വെക്കുക സിസ്റ്റത്തിൽ. പലപ്പോഴും പലരും എന്താ വെച്ചാൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് SL വെക്കാതെ പിന്നെ നമുക്ക് SL വെക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു വിൽ പവർ ഉള്ള ആളുകൾക്ക് പറഞ്ഞ രീതിയാണ്. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് എപ്പോഴും ഒരു ട്രേഡ് എടുക്കുമ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ. കാരണം നമുക്ക് നമ്മുടെ എഗെയിൻസ്റ്റ് പോകുമ്പോൾ നമുക്കത് എന്താ പറയുക ബുക്ക് ചെയ്യാനായിട്ട് തോന്നൂല. ആളുകൾ പറയും ചിലപ്പോൾ നമ്മുടെ ജസ്റ്റ് SL അടിച്ചിട്ട് മാർക്കറ്റ് വരാം, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ
നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇമോഷനെ വല്ലാണ്ട് ബാധിക്കും. വലിയൊരു ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രേഡിങ്ങിൽ അത് റിക്കവർ ചെയ്യണമെങ്കിൽ വേറൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും വരിക. അപ്പോൾ അത് ഇങ്ങനെ പ്രശ്നമായിക്കൊണ്ടിരിക്കും. എപ്പോഴും നല്ലത് ട്രേഡ് എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക, ടാർഗറ്റ് ഫിക്സ് ചെയ്ത് വെക്കുക, ഒക്കെ റെഡിയാക്കി വെക്കുക. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഒക്കെ പ്രീ പ്ലാൻ ചെയ്യേണ്ട കാര്യമാണ് അതൊക്കെ. ഏതായാലും ഇതും എസ് എല്ലിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നുണ്ട്. നോക്കാം. എസ് എൽ ആണെങ്കിൽ പിന്നെ നമുക്ക് ഇന്നത്തെ പരിപാടി അവസാനിക്കാം. 12:30 ആയിട്ടുള്ളൂ അല്ലേ സമയം. ഏതല്ല താഴെ അല്ല അടിച്ചിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ട് ട്രേഡ് എസ് എൽ ആണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ട്രേഡ് ഇല്ല. നമ്മുടെ ടൈമൊക്കെ അവിടെ കാണാം, എൻട്രി എക്സിറ്റ് എല്ലാം കാണാം. ഇനി നമുക്ക് നാളെ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഞാൻ വിചാരിച്ച പോലെ ബാങ്ക് നിഫ്റ്റി കറക്റ്റായിട്ട് 56,000 മുകളിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതേപോലെ ഫ്യൂച്ചർ ചാർട്ട് ആ ഒരു ഡേ ഹൈ എടുത്തിട്ടുമില്ല. ഡേ ഹൈ എടുക്കാനും പോസിബിലിറ്റി ഉണ്ട് മാർക്കറ്റിന്. പക്ഷേ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏതെങ്കിലും ടാപ്പ് ചെയ്യുമ്പോഴേ നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കാൻ പറ്റുള്ളൂ. ഇനി വല്ല ഗോൾഡിലും അവസരം ഉണ്ടോ എന്ന് നോക്കാം, എന്നിട്ട് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാം. ഏതായാലും നമുക്ക് നാളെ കാണാം. താങ്ക് യു. ബൈ.